ഒന്നാലോചിച്ചു നോക്കൂ, ഒറ്റയ്ക്ക് ഒരു മലയെ ഇളക്കാൻ പറ്റുമോ? ചിലപ്പോ നമ്മുടെ ജീവിതത്തിലെ വലിയ വലിയ ലക്ഷ്യങ്ങളൊക്കെ അങ്ങനൊരു മല പോലെ തോന്നും, അല്ലേ? എന്നാൽ ആ മലയെ വെറും മണൽത്തരികളാക്കി മാറ്റാൻ കഴിയുന്ന ഒരു ശക്തിയുണ്ട്. അത് നമ്മുടെ മാത്രം പ്രയത്നത്തിലല്ല, മറിച്ച് ഒരുമയുടെ സംഘബലത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ആ ഒരു അപാരമായ ശക്തിയുടെ കഥയാണിത്. നിങ്ങൾക്കും എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നമ്മൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും ഒരു വലിയ പാറയുടെ മുന്നിൽ വെറുതെ നിൽക്കുന്ന പോലെ? നമ്മുടെ കഥാനായകനായ രോഹനും ഏകദേശം ഇതേ അവസ്ഥയിലായിരുന്നു. സ്വന്തം ശക്തിയിൽ മാത്രം വിശ്വസിച്ച് തന്റെ ലക്ഷ്യമാകുന്ന ആ ഭീമാകാരമായ പാറയ്ക്കു മുന്നിൽ അവൻ തളർന്നുപോയി. അപ്പോ രോഹന്റെ ഈ പോരാട്ടത്തിന്റെ ആദ്യത്തെ ഘട്ടത്തിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. എങ്ങനെയാണ് ഒരാള് ഒറ്റയ്ക്ക് പൊരുതുമ്പോ ആ പ്രയത്നം വെറുതെയായി പോകുന്നത് എന്ന് നമുക്ക് കാണാം. അവിടെ ചുറ്റും കൂരിരുട്ടാണ്, ശൂന്യത മാത്രം. ആ ഒരവസ്ഥയിലെ രോഹൻ ആ പാറയെ തള്ളി നീക്കാൻ തന്റെ കയ്യിലുള്ള ശക്തി മുഴുവൻ എടുത്ത് ശ്രമിക്കുകയാണ്. പക്ഷെ എന്താ ഫലം? കുറേ വിയർത്തു, കിതച്ചു, അത്രമാത്രം. ആ കല്ലൊരിഞ്ചു പോലും അനങ്ങിയില്ല. ഒന്ന് ആലോചിച്ചു നോക്കൂ. അപ്പോഴാണ് അവനൊരു കാര്യം മനസ്സിലാവുന്നത്: നമ്മൾ ഒറ്റയ്ക്ക് പൊരുതുമ്പോൾ നമ്മുടെ ഊർജ്ജം മുഴുവൻ വെറുതെ ചോർന്നു പോവുകയാണെന്ന്. ഈയൊരു ചിത്രം നോക്കൂ. വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണിത്. വരണ്ട ഒരു നിലത്ത് വീഴുന്ന ഒരു തുള്ളി വെള്ളം. അതാണ് അഹം, അതായത് നമ്മുടെ ഞാൻ എന്നൊരു ഭാവം. അതിന് ഒറ്റയ്ക്ക് വലിയ നിലനിൽപ്പൊന്നുമില്ല, അല്ലേ? പെട്ടെന്ന് തന്നെ അത് വറ്റിപ്പോവും. പക്ഷെ അതേ തുള്ളി വിരാട് എന്ന് പറയുന്ന ആ വലിയ സമുദ്രത്തിൽ, അതായത് നമ്മളെല്ലാവരും ചേർന്ന് ആ സമൂഹത്തിൽ ചേരുമ്പോഴോ, പിന്നെ അതിന് സമുദ്രത്തിന്റെ ആ അപാരമായ ശക്തിയാണ് കിട്ടുന്നത്. പക്ഷേ രോഹന്റെ കഥ അവിടെ തീരുന്നില്ല. ആ ഇരുട്ടിൽ അത് അവസാനിക്കുന്നില്ല. പലപ്പോഴും ആഴത്തിലുള്ള നിരാശയിൽ നിന്നാണ് പ്രതീക്ഷയുടെ ഒരു വെളിച്ചം വരുന്നത്, അല്ലേ? ഒരു പുതിയ ശക്തിയുടെ ഉദയം അവിടെ തുടങ്ങുകയായിരുന്നു. ആരും പ്രതീക്ഷിക്കാത്തൊരു നിമിഷം ആകാശത്തുനിന്ന് ഒരു സ്വർണ്ണ ദീപശിഖ താഴേക്കിറങ്ങി വന്നു. അതിൽ നിന്ന് ആയിരക്കണക്കിന് തീപ്പൊരികൾ വന്ന് രോഹന് ചുറ്റുമങ്ങ് ഒത്തുകൂടി. ആ നിമിഷം സംഭവിച്ചതെന്താണെന്നോ? അവൻ ഇത്രയും നേരം കഷ്ടപ്പെട്ടിട്ട് അനക്കാൻ പറ്റാതിരുന്ന ആ ഭീമാകാരമായ പാറ വെറുമൊരു മൺതരി പോലെ പൊടിഞ്ഞുപോയി. അതെ, കൂട്ടായ ശക്തിക്ക് മുന്നിൽ തകർക്കാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. അതായിരുന്നു പ്രകൃതി അവന് നൽകിയ പാഠം. അപ്പോ രോഹനിപ്പം അനുഭവിച്ചറിഞ്ഞ ഈ ഒരു സത്യമുണ്ടല്ലോ, അതൊരു പുതിയ കണ്ടുപിടുത്തമൊന്നുമല്ല. പതിറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ പരംപൂജ്യ ഗുരുദേവ് പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യ നമ്മളോട് പറഞ്ഞുവെച്ച ഒരു വലിയ സന്ദേശമുണ്ട്. അതിന്റെ ഒരു പ്രതിഫലനം മാത്രമാണിത്. നമുക്ക് അദ്ദേഹത്തിന്റെ ആ വാക്കുകളൊന്ന് കേട്ടുനോക്കാം. ഈ വാക്കുകൾക്ക് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ടായിരിക്കാം, പക്ഷേ ഇതിന്റെ ശക്തിക്ക് ഒട്ടും കുറവില്ല. 1971 അദ്ദേഹം പറഞ്ഞ ആഹ്വാനം നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്: ശക്തി വേണോ? അതിന് സംഘടന വേണം. നിസ്വാർത്ഥമായി ഒരു ലക്ഷ്യത്തിനു വേണ്ടി നമ്മൾ ഒരുമിക്കുമ്പോൾ അവിടെ ദൈവികമായൊരു ശക്തി തന്നെ രൂപപ്പെടും. അതുകൊണ്ട് മടിപിടിച്ചിരിക്കരുത്, ഒരു പടയാളിയാവുക, ഒരു പുതിയ സൃഷ്ടിയുടെ പടയാളി. അപ്പോ ഇങ്ങനെ ഒന്നിച്ചു നിൽക്കുന്നതുകൊണ്ട് എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? വെറുതെ ഒരു ലക്ഷ്യം നേടുക എന്നതാണോ? അതോ അതിനപ്പുറം യഥാർത്ഥ സന്തോഷത്തിലേക്കുള്ള ഒരു വഴി കൂടിയാണോ ഇത് തുറന്നു തരുന്നത്? അതെ, രോഹന്റെ ആ യാത്രയുടെ അവസാനം നമ്മൾ കാണുന്നതും അതുതന്നെയാണ്. സംഘടനയുടെ ശക്തി അവനെ വിജയത്തിലേക്ക് മാത്രമല്ല കൊണ്ടുപോയത്, യഥാർത്ഥ സന്തോഷത്തിലേക്കാണ്. എപ്പോഴാണോ നമ്മൾ ഞാൻ എന്നതിനപ്പുറം നമ്മൾ എന്ന സമൂഹത്തിനു വേണ്ടി ഒന്നിക്കുന്നത്, അപ്പോൾ നമ്മുടെ സ്വന്തം വിഷമങ്ങളൊക്കെ അലിഞ്ഞില്ലാതാവും. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് നമുക്കെല്ലാവർക്കും വേണ്ടിയുള്ളത്. ഒറ്റയ്ക്ക് നിൽക്കുക എന്നുള്ളത് നമ്മുടെ ഒരു സ്വാഭാവികമായ അവസ്ഥയല്ല. ഒരുമിച്ച് കൈകൾ കോർത്ത് നിൽക്കുന്നതിലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ആത്മാവിന്റെ ഒരു താളമുള്ളത്. നമുക്ക് ആ ഒരു താളത്തിലേക്ക്, ആ ഒരുമയിലേക്ക് തിരിച്ചുപോകാം. അപ്പോ ഈ കേട്ട അറിവുകളൊക്കെ വെറുമൊരു കേൾവി മാത്രമായി നിർത്താതെ അതൊരു തീരുമാനമാക്കി മാറ്റാനുള്ള സമയമായി. നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ സൃഷ്ടിക്കായി നമുക്കൊരു ദൃഢനിശ്ചയമെടുക്കാം. അതുകൊണ്ട് ഉടരൂ, ആ ഏകാന്തതയുടെ ഭാരമൊക്കെ അങ്ങ് വലിച്ചെറിയൂ. ഈ ദൈവികമായ കൂട്ടായ്മയുടെ ഒരു ഭാഗമാവൂ. സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കുന്നതിന്റെ ദുഃഖങ്ങളൊക്കെ ഉപേക്ഷിച്ച് ഒരുമയുടെ യഥാർത്ഥ സന്തോഷം എന്താണെന്ന് നമുക്ക് സ്വയം അനുഭവിച്ചറിയാം. ഈ ഒരു പ്രതിജ്ഞ നിങ്ങളുടെ ഹൃദയത്തിലൊന്ന് ഏറ്റുചൊല്ലി നോക്കൂ. ഞാൻ ഈ നവയുഗത്തിനായുള്ള മുന്നേറ്റത്തിൽ വിശ്വസ്തനായ ഒരു പടയാളിയായി മാറും. ഈ ഒരു ചിന്ത, ഈ ഒരു തീരുമാനം ഇനി മുന്നോട്ടുള്ള നമ്മുടെ ഓരോ ചുവടിനും വഴികാട്ടിയാകട്ടെ.